എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മുടെ ഫേസ് യോഗയുടെ ലാസ്റ്റ് ഡേ ആണ്, അതായത് 5th ഡേ. നമ്മൾ ഇതോടുകൂടി അങ്ങ് ഫേസ് യോഗ കംപ്ലീറ്റ് ചെയ്യുമല്ല, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫേസ് യോഗ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുവാണ്. അത് കംപ്ലീറ്റ് ആയിട്ടും തീർന്ന് പൂർണ്ണമായും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ദിവസവും ചെയ്യുന്ന രീതിയിൽ ഞാനത് അതേ ടൈം ടേബിൾ തന്നെ അവരെന്നെ പഠിപ്പിച്ച രീതിയിൽ തന്നെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം, അതായത് ഞാൻ ഈ 5 ദിവസവും പറയുന്ന കാര്യം, നമ്മൾ ഇനി അടുത്ത ക്ലാസ് തുടങ്ങുന്നത് വരെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് പോയാൽ മതി. അതായത് ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഓരോ രീതിയിൽ ചെയ്യാം. അതായത് സമയത്തിനനുസരിച്ച് ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഫേസ് യോഗയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഇന്നലെ വീഡിയോയുടെ തമ്മിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, അപ്പോൾ ഈ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അതിന് താഴെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ലേ, അങ്ങനെ ചോദിച്ചു. അങ്ങനൊന്നുമില്ല. നമ്മൾ സൂൺ ആസ് പോസിബിൾ നമുക്ക് ഏജിങ് സൈൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ എക്സർസൈസ് ചെയ്യുന്നതോ അതേപോലെ തന്നെയാണ് ഫേസ് മസിൽസ് സാഗ് ആയി പോകാതിരിക്കാനും റിങ്കിൾസിന്റെ സിമ്പിൾസ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് യോഗ ഇയർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന ആൾക്കാരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ. അതായത് എബോവ് 30 ഇയേഴ്സ് ഉള്ള ആൾക്കാർ, അപ് ടു 80 or 90 എത്ര ഏജ് ആയാലും കുഴപ്പമില്ല, അവർക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് അധികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഏജിങ് സിമ്പിൾസ് കുറയ്ക്കാനുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ്, അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡയറ്റ് ഫോർമാറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പിന്നെ കുറച്ച് ഫേസ് മാസ്കുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കാൻ പറ്റിയ ഓയിൽസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഫേസ് യോഗ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഓയിലോ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം എപ്പോഴും ഫേസ് യോഗ ചെയ്യാനായിട്ട്. ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫേസ് യോഗ ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയോ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഫേസ് യോഗ ചെയ്യാനായിട്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നുള്ള 5 എക്സസൈസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മുടെ എക്സസൈസസ് എന്ന് പറയുന്നത് സ്പെഷ്യലി കോൺസെൻട്രേറ്റിംഗ് ഓൺ നമ്മുടെ ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ആക്നെ മാർക്കിനും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. എല്ലാ എക്സസൈസുകളും തന്നെ നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ഫേസിൽ. അത് നമ്മുടെ ഇന്നർ ബോഡിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ കൊടുക്കുന്ന എക്സസൈസ് നമ്മുടെ ഇന്നർ ബോഡിയെയും നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഡാർക്ക് സർക്കിൾസ് അധികവും നമ്മൾ ഫേസിൽ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാരി അപ്ലൈ ചെയ്തുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് പോകില്ല. അവിടെ അക്യുപ്രഷർ പോയിന്റ്സിൽ നമ്മൾ കുറച്ച് എക്സസൈസ് കൂടെ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത് കണ്ണ്, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഡാർക്ക് സർക്കിളിനും പിഗ്മെന്റേഷനും ആക്നെ മാർക്കിനും വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലിങ്കിങ് പോസ്, അതായത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസ് ബ്ലിങ്ക് ചെയ്യുവാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, നമ്മൾ കൈക്കും കാലിനും എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിന് ചുറ്റും ബ്ലിങ്ക് ചെയ്യുന്ന ഒരു എക്സസൈസ്. എങ്ങനെയാണ്? കണ്ണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു 20 കൗണ്ട്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം കണ്ണ് നല്ലപോലെ റിലാക്സ് ആയിട്ട് വെച്ചിട്ട്, അതായത് ഫാസ്റ്റ് ആയിട്ട് തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ മസിൽസിനൊക്കെ നല്ല ഒരു എക്സസൈസും രക്തയോട്ടം പെട്ടെന്ന് വർദ്ധിച്ചിട്ട് കണ്ണ് താഴെയുള്ള കറുപ്പ് മാർക്കുകളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് 20 കൗണ്ട്സ് എങ്കിലും ചെയ്യണം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കണ്ണ് നല്ല റിലാക്സ് ആക്കി വെക്കുക. റിലാക്സ് ആക്കി വെച്ചതിന് ശേഷം 20 മിനിറ്റ് നല്ലപോലെ കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കാം. ഇല്ല 20 കൗണ്ട്സ്. ഓക്കെ, നല്ലപോലെ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം കൗണ്ട് ചെയ്ത് ബ്ലിങ്ക് ചെയ്യണം. കാരണം മനസ്സിനകത്ത് കൗണ്ട് ചെയ്താൽ മതി, സംസാരിച്ചുകൊണ്ട് ബ്ലിങ്ക് ചെയ്യണ്ട. ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് കണ്ണ് നല്ലപോലെ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം നല്ലപോലെ സ്ലോലി ബ്രീത്ത് ഇൻഹെയിലും എക്സെയിലും ചെയ്യുക. ഓക്കെ, വീണ്ടും കണ്ണ് തുറന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് വീണ്ടും അതേപോലെ 20 കൗണ്ട്സ് കണ്ണ് നല്ലപോലെ ബ്ലിങ്ക് ചെയ്യുക. അങ്ങനെ ഒരു 5 ടൈംസ്. ഫസ്റ്റ് 20 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തതിന് ശേഷം റിലാക്സ് ആയിട്ട് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുക. വീണ്ടും 20 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുക. അങ്ങനെ 5 കൗണ്ട്സ് ചെയ്യണം. അതായത് ബ്ലിങ്കിങ് പോസ് എന്ന് പറയും, കണ്ണ് നല്ലപോലെ ബ്ലിങ്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോസ് എന്ന് പറയുന്നത് നമ്മുടെ പിരികത്തിന്, അതായത് ഐ ലിഡ്സിന് സെന്ററിലുള്ള പാർട്ട്. ഇത് നമ്മുടെ ഒരു അക്യുപ്രഷർ പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ്, അതായത് നോസ് എൻഡ് ചെയ്യുന്നതും നമ്മുടെ ഐ ലിഡ്സിന് സെന്ററുള്ള ഭാഗത്ത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു പ്രഷർ കൊടുക്കുക. അതായത് ഒരു 10 കൗണ്ട്സ് പ്രഷർ കൊടുക്കുക. റിലാക്സ് ചെയ്യുക. കണ്ണ് നല്ലപോലെ അടച്ചു വെച്ചേക്കാം.
1 2 3 4 5 6 7 8 9 10. റിലാക്സ്. വീണ്ടും അഗെയിൻ അവിടെ ആ ഭാഗത്ത് തന്നെ പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. വീണ്ടും റിലാക്സ് ചെയ്യുക. അങ്ങനെ 5 to 10, അതെങ്ങനെയാണോ നിങ്ങളുടെ സമയം പോലെ 5 to 10 കൗണ്ട്സ്. പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷർ അല്ല, ജസ്റ്റ് ലൈറ്റ് പ്രഷർ. ആ ഒരു കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് ലൈറ്റായിട്ടൊരു പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഈസി ആക്കും. അതേപോലെ നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള മാർക്കുകളൊക്കെ മാറും. നമ്മുടെ ഓരോ ഓർഗൻസും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നല്ല ഒരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ചെയ്ത ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമോ? വിത്തിൻ 3 days തന്നെ നമുക്ക്, ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ വിത്തിൻ 3 days തന്നെ നമുക്ക് ആ ഒരു ഗ്ലോനെസ്, സ്കിന്നിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഒരു ക്രീമും അപ്ലൈ ചെയ്യാതെ തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ബേ ലീഫിന്റെ വാട്ടറും കടുക്കയുടെ വെള്ളവും കറക്റ്റായിട്ട് കുടിക്കണം. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐലിഡ് ഫോമിംഗ് പോസ്. അതായത് നമ്മുടെ കണ്ണിനെ ഒരു നല്ല കൊടുത്തതിന് ശേഷം ഐലിഡ് ഫോമിംഗ് പോസ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ 2 വിരലും ഇടയിൽ ഇതുപോലെ, അതായത് ഈ മുകളിലുള്ള 2 വിരലെന്ന് പറയുന്നത് ഐലിഡിന്റെ മുകളിലായിട്ടും താഴെയുള്ള 2 വിരലെന്ന് പറയുന്നത് താഴെയായിട്ടും വെക്കുക. കണ്ണിന്റെ കോർണറിലായിട്ട് ഇതേപോലെ വെക്കുക. അതായത് ഈ 2 വിരൽ മുകളിൽ 2 വിരൽ താഴെ. എന്നിട്ട് ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുക. ഇങ്ങനെ നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ മുകളിലും താഴെയും സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഐലിഡ് മുകളിലോട്ട് പോകും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുക. നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ക്ഷമയുള്ളവർ, കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇത് ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 കൈയും കണ്ണിന്റെ കോർണറിലും ഈ 2 വിരലും ഐലിഡിന്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രസ് കൊടുക്കുക. എന്നിട്ട് കണ്ണ് ക്ലോസ് ചെയ്യുക. അപ്പോൾ കണ്ണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കണ്ണിനൊരു പ്രഷർ കിട്ടും. കണ്ണ് ക്ലോസ് ചെയ്തെടുക്കുക. 1 2 3 4 5. അഗെയിൻ കണ്ണ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കൈ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും കൈ കൊണ്ട് മുകളിലേക്ക് ആക്കുക. കണ്ണ് നല്ലപോലെ ക്ലോസ് ചെയ്യുക. 1 2 3 4 5. അഗെയിൻ കണ്ണ് ക്ലോസ് ചെയ്യുക. മുകളിലുള്ള പ്രഷർ റിലീസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പ്രഷർ കൊടുക്കുക മുകളിലോട്ട്. എന്നിട്ട് കണ്ണ് ക്ലോസ് ചെയ്യുക. 1 2 3 4 5. അതുപോലെ 10 കൗണ്ട്സ് ചെയ്യണം. 10 കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു, നമ്മളെപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൗണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഐലിഡ് ഫോമിംഗ് പോസ്. ഇതെല്ലാം നമ്മുടെ ഡാർക്ക് സർക്കിളിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് എന്ന് പറയുന്നത് പിഗ്മെന്റേഷനും ആക്നെ മാർക്കിനും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ബലൂൺ പോസിനാണ് വേറൊരു രീതി. അതായത് വായിൽ നല്ല പോലെ എയർ നിറയ്ക്കുക. നമ്മൾ എങ്ങനെയാണ് എയർ നിറയ്ക്കുന്നത്? ഇതുപോലെ നല്ലപോലെ വായിൽ ഫുൾ എയർ എടുത്തതിന് ശേഷം റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മുടെ റൈറ്റ് ചീക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ എയർ റിലീസ് ചെയ്ത് കളയരുത്, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങോട്ടൊരു പ്രഷർ കിട്ടും, ഈ സൈഡിലോട്ടൊരു പ്രഷർ കിട്ടും. അപ്പോൾ ഇവിടെ ആ എയർ അതുപോലെ തന്നെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം എയർ പുറത്ത് കളയാതെ കൈ പതുക്കെ റിലീസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് ചീക്കിൽ അതുപോലെ പ്രസ് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രഷർ റൈറ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ അങ്ങനെ മാറി ഒരു 5 കൗണ്ട്സ് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. വീണ്ടും വെക്കുക. വീണ്ടും അടുത്ത കൈ കൊണ്ട് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ മാറി ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നോക്കാം നമുക്ക്. റിലാക്സ്. അതായത് മാറി ചെയ്യുക. വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. പെട്ടെന്ന് അവിടുന്ന് കൈ എടുത്ത് മാറ്റി അങ്ങനെ ചെയ്യരുത്. നല്ലപോലെ എയർ നിറച്ചതിന് ശേഷം പതുക്കെ ഒന്ന് ഫോം ചെയ്ത് പുള്ളി കൊടുക്കുക. അപ്പൊ ഈ ഭാഗത്തോട്ട് വരും, ഇത് റിലാക്സ് ചെയ്യുക. എന്നിട്ട് അടുത്തത് വീണ്ടും ഒന്ന് പുള്ളി കൊടുക്കുക, ഈ ഭാഗത്തോട്ട് വരും, റിലാക്സ് ചെയ്യുക. പതുക്കെ വേണം ചെയ്യാൻ. ഇതും എഗെയിൻ 10 or 15 കൗണ്ട്സ് അല്ലെങ്കിൽ 20 കൗണ്ട്സ് വരെ ചെയ്യാവുന്നതാണ്. അടുത്ത ലാസ്റ്റ് പോസ് എന്ന് പറയുന്നത്, ഇതുകൊണ്ടങ്ങ് ഫേസ് എക്സർസൈസ് തീരുന്നതല്ല, എങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പിലെ ലാസ്റ്റ് പോസസ് എന്ന് പറയുന്നത് എയർ റിലീസ് ചെയ്യുന്ന പോസ്. എയർ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിൽ നല്ല പോലെ എയർ എടുത്തതിന് ശേഷം
ഓ എന്നുള്ള ആകൃതിയിൽ നമ്മൾ ചുണ്ട് വെച്ചിട്ട് എക്സെയിൽ ചെയ്യും. ഇൻഹെയിൽ ചെയ്ത് വായിൽ ഫുള്ളായിട്ട് എയർ വെക്കും. എന്നിട്ട് എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ഓ എന്നുള്ള പോസിലായിരിക്കും എക്സെയിൽ ചെയ്യുന്നത്. മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് മുമ്പോട്ട് ആ ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്, എയർ റിലീസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സ്ട്രെച്ച് ചെയ്ത് വേണം എയർ റിലീസ് ചെയ്യാനായിട്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എന്നുള്ള പോസിൽ മാക്സിമം ഫേസ് നല്ല മുമ്പോട്ട് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ജോ ലൈൻസ് ഒക്കെ നല്ല ഒരു ലെവലാകും. പിന്നെ ഒരുപാട് പഫി ആയിട്ടുള്ള കവിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കവിളിനൊക്കെ ഒരു ചെറിയ നല്ല ഒരു പഫിനെസ് കുറയുകയും ചെയ്യും. ഒരുപാട് മെല്ലിച്ച് ഒട്ടിപ്പോയ കവിളൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് കുറച്ച് ഫ്ലഷ് വരാനായിട്ട് സഹായിക്കും. അത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ചെറിയ ഒട്ടിയ കവിളാണെങ്കിലും ശരി, വലിയ കവിളാണെങ്കിലും ശരി, രണ്ട് രീതിയിലും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? എയർ നല്ല പോലെ ഇൻഹേൽ ചെയ്യുക, ഒരു 5 seconds ഹോൾഡ് ചെയ്യണം. കാണുമ്പോൾ കുറച്ച് കോമളിത്തരൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യും തോറും നമ്മുടെ ഈ ഒരു മസിൽസ് നല്ലപോലെ സ്ട്രെച്ച് ആയി സാഗ് ചെയ്യാതെ ചെയ്ത സ്കിന്നൊക്കെ നല്ലപോലെ ടൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ 5 എക്സസൈസുകളാണ് നമ്മുടെ ലാസ്റ്റ് ഡേ എക്സസൈസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതോടെ തീർന്നു പോകുന്നില്ല. നമ്മൾ അടുത്തൊരു 15 day എക്സസൈസ് ഉടനെ തുടങ്ങുന്നതാണ്. ഇനി വരുന്ന അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേസ് എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തൊക്കെ പാക്കുകൾ ഫേസിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതും, എങ്ങനെയുള്ള ഫുഡ് സ്ട്രക്ചർ, അതായത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്ട്രക്ചർ വേറെയാണ്. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാല് കുടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ. പക്ഷെ സ്കിന്നിന് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനായിട്ട് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഫുഡ് സ്ട്രക്ചറും പിന്നെ എങ്ങനെയൊക്കെ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ അടുത്ത ഒരു ക്ലാസ് തുടങ്ങുന്നത് വരെ നിങ്ങൾ ഈ ഒരു ഫേസ് യോഗ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇച്ചിരി സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ, കാരണം വെളിയിൽ നിന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ടേ, വെളിയിൽ നിന്നുള്ള സൗണ്ടുകളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.